നമസ്കാരം, എൻ്റെ പേര് ആരിഫ് അലി എന്നാണ്. ഞാനൊരു ഡോക്ടറാണ്, ENT ഹെഡ് ആൻഡ് നെക്ക് സർജൻ, എൻഡോസ്കോപ്പിക് സ്കൾബേസ് സർജനാണ്. വിദേശത്താണ് വർക്ക് ചെയ്യുന്നത്. 2007 മുതൽ മിഡിൽ ഈസ്റ്റിലാണ്, ഒമാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞാനിപ്പോൾ എന്തുകൊണ്ട് ഇത് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ 2020 ഫെബ്രുവരിയിൽ ഇവരുടെ പൂനെ ക്ലിനിക്കിൽ വെച്ച് ഡെൻസിറ്റി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പൂനെ ബ്രാഞ്ചിൽ ഞാൻ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിരുന്നു. അന്ന് കുറേ ആശങ്കകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ട് പോകുന്നൊരു സെൻറ്റർ എങ്ങനെ വരുമെന്നറിയില്ല. പക്ഷെ അന്ന് ആക്ച്വലി ഞാൻ നോട്ടീസ് ചെയ്ത 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ സാധാരണ ഇങ്ങനത്തെ ക്ലിനിക്കുകൾ, ഇപ്പം ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കുകൾ ചെയ്യുമ്പോൾ അതിലൊരുപാട് പരസ്യങ്ങളും അഡ്വർടൈസ്മെൻറ്റുകളും അവകാശവാദങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ക്ലിനിക്കുകളെ ബൂസ്റ്റപ്പ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത്, ഈ ഡോക്ടർ, ഡെൻസിറ്റിയിലെ ചീഫ് ഡോക്ടർ, അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം അത്തരം കാര്യങ്ങളെക്കുറിച്ചല്ല പറഞ്ഞത്. ഇതിൻ്റെ ഈ ബാൾഡ്നെസ്സിനെ കുറിച്ചും അതിൻ്റെ ഔട്ട്കമ്മിനെ കുറിച്ചും വളരെ സയൻറ്റിഫിക്കായിട്ട് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടറായതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ കണ്ടൻ്റ് ഉള്ളൊരു വ്യക്തിയാണെന്ന് എനിക്ക് അപ്പോൾ തന്നെ ബോധ്യമുണ്ടായിരുന്നു. കാര്യം ഞങ്ങളങ്ങനെ ചെയ്തു എന്നൊരു പറയുന്നതിനപ്പുറം അദ്ദേഹം വളരെ കൃത്യമായിട്ടും മെറ്റിക്കുലസ് ആയിട്ടും സയൻറ്റിഫിക്കലി സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ തന്നെ അതൊരു നല്ലൊരു സെൻ്ററാണെന്ന് എനിക്ക് ബോധ്യമായി. അങ്ങനെ ചെയ്തു. അദ്ദേഹം പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചു, കറക്റ്റായിട്ട് പാലിച്ചു. വളരെ നല്ല രീതിയിൽ എനിക്കത് സക്സസ്ഫുള്ളായി. അന്ന് ഈ ക്രൗൺ ഏരിയയിൽ മാത്രം കുറച്ച് ഏരിയ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാനിപ്പോൾ അവരുടെ കൊച്ചിയിലുള്ള സ്ഥാപനത്തിലേക്ക്, ഡെൻസിറ്റിയുടെ കൊച്ചിയിലുള്ള സ്ഥാപനത്തിലേക്ക് രണ്ടാമത് ആ ക്രൗൺ ഭാഗത്ത് പ്രധാനമായിട്ട് ചെയ്യാൻ വേണ്ടി വന്നു. ഇവിടെയും അതിശയോക്തിയൊന്നുമില്ല. എനിക്കന്ന് ഉണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളും അവരുടെ സഹകരണവും ഒക്കെ ഉണ്ടായിരുന്നു. എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഒരു സർജൻ നിലയ്ക്ക് ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ, ഏതാണ്ട് 5, 6, 7 മണിക്കൂർ വരുന്ന ഒരു സർജറി ആണെങ്കിൽ പോലും ഇവിടുത്തെ സ്റ്റാഫ് വളരെ ഡെഡിക്കേറ്റഡ് ആണ്. അതിപ്പം ഡോക്ടർമാരായാലും ശരി, ഗ്രാഫ്റ്റ് വയ്ക്കുന്ന ടെക്നീഷ്യന്മാരായാലും ശരി, അതിൻ്റെ അതർ അക്സസറി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്റ്റാഫുകളാണെങ്കിലും ശരി, വളരെ ജെൻറ്റിലായി, നമ്മൾ പറയും ഹ്യൂമൻ ടച്ച് എന്ന് പറയും. വേണമെങ്കിൽ അങ്ങനെ ഒരു ഹ്യൂമൻ ടച്ചിൻ്റെ ആവശ്യമില്ല. നമ്മൾ കാശ് കൊടുക്കുന്നു, ചെയ്യുന്നു, പോകുന്നു എന്നതിനപ്പുറം ഒരു ഹ്യൂമൻ ടച്ചോടുകൂടി എല്ലാവരും, ഇതിൻ്റെ ഫോട്ടോഗ്രാഫേഴ്സ് ഉൾപ്പെടെ ഹ്യൂമൻ ടച്ചോടുകൂടി വളരെ മെറ്റിക്കുലസായി സിസ്റ്റമിക്കലായി കാര്യങ്ങളൊക്കെ ചെയ്യുകയും സർജറി എല്ലാം വളരെ വിജയകരമായി പൂർത്തിയാക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലിനിക്കിലേക്ക് ഞാൻ എത്തപ്പെട്ടത്. ഞാൻ അഡ്വർടൈസ്മെൻറ്റുകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരസ്യങ്ങൾ കണ്ടിട്ടോ ഏതെങ്കിലും ഒരു ഏജൻറ്റ് പറഞ്ഞിട്ടോ വന്നതല്ല. ഞാനൊരു സർജനാണ്. ഐ നോ ഹൗ ടു അസസ് ദ പീപ്പിൾ ഫ്രം മെഡിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്, 100% സാറ്റിസ്ഫൈഡ് ആണ്, ഫ്രം ഡോക്ടേഴ്സ് ടിൽ ദ ക്ലീനിങ് സ്റ്റാഫ് ഹിയർ ഇൻ ദ ക്ലിനിക്. So it's a great experience for me, wonderful experience and fantastic day today. ഇപ്പോൾ ഞാൻ സർജറി കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. So from 9 o'clock till almost 5 o'clock I was in the operation theatre. Excellent work, and I wish may the Almighty give them blessing in abundance, and the density clinic, let it grow and reach the sky. Of course, sky is not the limit for this clinic as well. Thank you so much. ഞാൻ വളരെ ഹാപ്പിയാണ്. So I suggest, I advise, I recommend strongly, if you have any baldness, if you are planning for a hair transplantation, please visit the doctor. Please come to the Densitae clinic. You will not be regretted. Thank you. Thank you.